മാധവം മലയാളത്തിലേക്ക് സ്വാഗതം. എഴുത്തിലും വരയിലും വായനയിലും മലയാളികൾക്ക് ഇതിഹാസതുല്യമായ ദർശനം പകർന്നു തന്ന കഥാകാരൻ. ചെറുകഥാരംഗത്തും നോവൽ രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം മലയാള സാഹിത്യത്തിൽ പകരക്കാരില്ലാത്ത ഇതിഹാസകാരനായി. അതെ, മലയാള ഭാഷയ്ക്ക് പുതിയ മാനങ്ങൾ നൽകിയ ശ്രീ ഒ.വി. വിജയൻ. അദ്ദേഹത്തിന്റെ മാസ്റ്റർപീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. 1970കളിൽ ആധുനികതയുടെ ഇതിഹാസകാവ്യമായി വാഴ്ത്തപ്പെട്ട കൃതി. മലയാളത്തിൽ ഏറ്റവും അഗാധമായി വായിക്കപ്പെടുകയും ഗഹനമായി പഠിക്കപ്പെടുകയും ചെയ്ത നോവൽ. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്ത് മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള സാഹിത്യകൃതികളിൽ ഏറ്റവും ഉജ്ജ്വലമെന്ന് വിശേഷിപ്പിക്കാവുന്ന നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം. അതിന്റെ ഭാഷാപരമായ പ്രത്യേകത കൊണ്ടും അത് ഉൾക്കൊള്ളുന്ന പ്രമേയത്തിന്റെ ഔന്നിത്യം കൊണ്ടും മലയാളത്തിൽ ഇന്നേ വരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കൃതികളിലൊന്നായി പരിഗണിക്കപ്പെടുന്നു. ഖസാക്കിലെ ഭാഷ അതുവരെ മലയാള സാഹിത്യത്തിൽ പരിചയിച്ചിട്ടില്ലാത്ത പുതിയൊരു തരം മലയാളമാണ്. ആ ഭാഷ മലയാള സാഹിത്യത്തിൽ പുതിയൊരു ഭാഷാ അവബോധം തന്നെ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ അതിന്റെ പ്രമേയം മലയാള സാഹിത്യത്തിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ അത് കാരണമായി. നിലവിലുണ്ടായിരുന്ന നോവൽ സങ്കല്പങ്ങളെ അത് മാറ്റിമറിച്ചു. അതുകൊണ്ട് തന്നെ മലയാള നോവൽ സാഹിത്യം ഖസാക്കിന് മുമ്പെന്നും അതിനുശേഷമെന്നും രണ്ടായി വിഭജിക്കപ്പെട്ടു. ഇനി നമുക്ക് ഖസാക്കിലേക്ക് പോകാം. പാലക്കാടൻ ഗ്രാമമായ തസ്രക്കാണ് ഭാവനാത്മകമായി ഖസാക്കായത്. പാലക്കാടൻ ചുരത്തിന്റെ അടിവാരത്തുള്ള ഖസാക്ക് എന്ന ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. കരിമ്പനകൾ നിറഞ്ഞ ഖസാക്ക് പരിഷ്കാരം തീരെ ബാധിക്കാത്ത റാവുത്തർമാരുടെയും തീയന്മാരുടെയും ഗ്രാമമാണ്. അവിടെ യാത്രാഉപാധി കാളവണ്ടി മാത്രമായിരുന്നു. കൂടാതെ അവിടെ വൈദ്യുതി എത്തിയിട്ടുമില്ല. കൂടാതെ ജനങ്ങളാണെങ്കിൽ കടുത്ത അന്ധവിശ്വാസികളുമായിരുന്നു. ഷെയ്ഖിന്റെ കല്ലറയിലും ഭഗവതി കുടിപാർക്കുന്ന പുളിങ്കൊമ്പത്തുമൊക്കെ ചരിത്രങ്ങളും മിത്തുകളും ഒളിപ്പിച്ചു വെച്ച ഒരു ഗ്രാമം. ആധുനിക വിദ്യാഭ്യാസത്തെ അവർ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അങ്ങനെയുള്ള അപരിഷ്കൃതമായ ആ ഗ്രാമത്തിലേക്ക് സർക്കാരിന്റെ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി ഒരു ഏകാധ്യാപക വിദ്യാലയം സ്ഥാപിക്കുവാൻ എത്തുന്ന രവിയിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഖസാക്ക് എന്ന ഗ്രാമത്തിലേക്ക്. കുറെ മനുഷ്യരുടെ ജീവിതത്തിലൂടെ ഒരു ഗ്രാമത്തിന്റെ ചുരുളഴിയുകയാണ്. അതോടൊപ്പം രവിയുടെ നിഗൂഢമായ ജീവിത വഴിത്താരകളും ചിന്താസരണികളും വെളിവാകുന്നു. ഏകാധ്യാപക വിദ്യാലയം വന്നതിനു ശേഷം കുട്ടികളെല്ലാം അവിടെ ചേരുന്നു. അതോടെ ഗ്രാമത്തിലെ മതപാഠശാലയായ ഓത്തുപള്ളിയും അതിലെ അധ്യാപകനുമായ അള്ളാപ്പിച്ച മൊല്ലാക്ക എല്ലാവരുമായും ഉപേക്ഷിക്കപ്പെടുന്നു. ഖസാക്കിലെ നാഗരികതയ്ക്ക് തുടക്കം കുറിച്ചത് രവിയാണെന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ മാധവൻ നായർ, കുപ്പുവച്ചൻ, ശിവരാമൻ നായർ, നൈജാമലി, അപ്പുക്കിളി, മൈമുന, കുഞ്ഞാമിന അങ്ങനെ ഒരുപാട് ആളുകളുമായി രവി പരിചയപ്പെടുന്നു. ഇനി നമുക്ക് ഖസാക്കിലെ കഥകളിലേക്ക് കടക്കാം. ഖസാക്കിലെ ഒരുപാട് കഥകളിൽ എടുത്തു പറയേണ്ട ഒരു കഥയാണ് നൈജാമലിയുടേത്. അനാഥനായ നൈജാമലിയെ അള്ളാപ്പിച്ച മൊല്ലാക്ക എടുത്തു വളർത്തുന്നു. നൈജാമലി മൊല്ലാക്കയുടെ മകൾ മൈമുനയുമായി പ്രണയത്തിലാകുകയും ചെയ്യുന്നു. എന്നാൽ മൊല്ലാക്ക മൈമുനയെ പ്രായം ചെന്ന ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ച് നൈജാമലി കമ്മ്യൂണിസ്റ്റും വിപ്ലവകാരിയുമായി മാറുന്നു. പിന്നീട് നൈജാമലി ഖസാക്കിലെ മതപുരോഹിതനായ കാലിയാരായി മാറുന്നത് നമുക്ക് കാണാം. നൈജാമലി ഖസാക്കിലെ ഒരു പ്രധാന വ്യക്തിത്വമാണ്. അള്ളാപ്പിച്ച മൊല്ലാക്ക പിന്നീട് അർബുദം വന്ന് മരിക്കുന്നതാണ് നമ്മൾ നോവലിൽ കാണുന്നത്. കൂടാതെ മറ്റൊരു കഥയാണ് കുഞ്ഞുനൂറിൻ്റേത്. ബാലനായ കുഞ്ഞുനൂറ് വളർന്നു വലുതാവാൻ അമ്മയും പെങ്ങളും കാത്തിരിക്കുകയാണ്. എന്നാൽ കുഞ്ഞുനൂറ് വസൂരി പിടിപെട്ട് മരണമടയുന്നു. കുഞ്ഞുനൂറിലൂടെ ഖസാക്ക് എന്ന തടവറയിൽ നിന്നും രക്ഷ നേടാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രമാണ് കുഞ്ഞുനൂറിന്റെ അമ്മ ചാന്തുമ്മ. ചാന്തുമ്മയ്ക്കുമുണ്ട് കഥകൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി കാലത്തെ വെള്ളപ്പട പുളിമരച്ചോട്ടിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്നു. ആ പെൺകുട്ടിയുടെ പ്രേതം ഖസാക്കിലെ പരദേവതയായ പുളിങ്കൊമ്പത്ത് പോതിയായ കഥ. പോതി എന്നാൽ ഭഗവതി. ആ പുളിമരത്തിൽ ഉഗ്രവിഷമുള്ള പാമ്പുകളാണ്. പെണ്ണുങ്ങൾ ചാരിത്രവതികളാണെങ്കിൽ മരത്തിൽ പുളി പറിക്കാൻ കയറുന്ന ആണുങ്ങളെ പാമ്പ് കൊത്തില്ല എന്നാണ് ഖസാക്കിലുള്ളവരുടെ വിശ്വാസം. എന്നാൽ ചാന്തുമ്മയുടെ ഭർത്താവ് റാവുത്തർ പുളി പറിക്കാൻ കയറിയപ്പോൾ പാമ്പുകടിയേറ്റ് മരിച്ചു.
പിന്നീട് നാട്ടുകാരുടെ ഒറ്റപ്പെടുത്തലോടുകൂടിയാണ് ശാന്തമ്മ ജീവിച്ചത്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ കടന്നുപോകുന്നു. അപ്പുക്കിളി, ശരീര വളർച്ചയ്ക്കൊത്ത മാനസിക വളർച്ചയില്ലാത്ത അപ്പുക്കിളിയെ ആ ഗ്രാമത്തിലുള്ളവരെല്ലാം വാത്സല്യത്തോടെ സ്നേഹിച്ചു. അതുപോലെ മാധവൻ നായർ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ്. ചെറുപ്പക്കാരിയായ അമ്മയിൽ നിന്നും ഈഡിപ്പസ് കോംപ്ലക്സ് കാരണം നാട് വിട്ടുപോകുന്ന മാധവൻ നായർ. അങ്ങനെ ഒരുപാട് പേർ. ഇനി നമുക്ക് രവിയിലേക്ക് കടക്കാം. കഥാനായകനായ രവിയിലേക്ക്. രവിയിൽ നിന്നാണല്ലോ തുടക്കം. സ്കൂളിൽ ഇൻസ്പെക്ഷന് വരുന്ന ഇൻസ്പെക്ടറുടെ ചോദ്യത്തിൽ നിന്നാണ് രവിയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നത്. ഊട്ടിയിൽ അച്ഛനും ചിറ്റമ്മയും രവിക്കുണ്ട്. സഹോദരിമാർ അമേരിക്കയിൽ പഠിക്കുന്നു. ആസ്ട്രോഫിസിക്സ് പഠിച്ച രവി അതിലൊന്നും നിലയുറപ്പിക്കാതെ ബന്ധങ്ങളിൽ നിന്നും നിരുന്മേഷവാനായി ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. രോഗിയായ അച്ഛന്റെ രണ്ടാം ഭാര്യയുമായി അഗമ്യഗമനത്തിൽ ഏർപ്പെടുന്ന രവി ആ പാപബോധവും പേറി നാടായ നാടുകളെല്ലാം അലഞ്ഞുതിരിഞ്ഞ് അവസാനം കസാക്കിലെത്തിച്ചേരുന്നു. പക്ഷെ അവിടെയും രവിക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അത് കസാക്കിലെ മൈമനയിലേക്കും കേശിയിലേക്കും പടരുന്നു. രവിയുടെ പാപബോധം രവിയെ വിട്ടു മാറുന്നില്ല. അച്ഛൻ വിഷച്ചിലന്തിയായി പുനർജനിക്കുമോ എന്നുപോലും രവി ഭയപ്പെടുന്നു. തന്റെ വിദ്യാഭ്യാസകാലത്തെ കാമുകിയായ പത്മയുടെ സ്നേഹം പോലും രവിക്ക് വിരസമായി തോന്നുന്നു. അവസാനം പാപബോധങ്ങളിലേക്ക് വീണ്ടും ചെന്നെത്താതിരിക്കാൻ വേണ്ടി കസാക്കിൽ നിന്ന് യാത്രയാകുവാൻ രവി തീരുമാനിക്കുന്നു. ഇവിടെ നമ്മൾ രവിയുടെ കൈകളിലേക്ക് ഋതുമതിയായ കുഞ്ഞാമിനിയുടെ പേരുകൂടി ചേർത്ത് വായിക്കണം. അവസാനം കൂമൻകാവിൽ ബസ് കാത്തു നിൽക്കുന്ന രവിയെ പാമ്പ് കടിക്കുന്നതോടുകൂടിയാണ് കസാക്കിന്റെ ഇതിഹാസം അവസാനിക്കുന്നത്. രവിയുടെ ജീവിതത്തിന്റെ അർത്ഥശൂന്യതയും പാപബോധവുമാണ് നമുക്ക് കസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കുഞ്ഞാമിനെ കുറിച്ച് പറയുമ്പോൾ ശ്രീ ഒ വി വിജയന്റെ തന്നെ വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം. അത് നമുക്ക് ബുക്കിൽ നിന്ന് തന്നെ വായിക്കാം. എന്റെ ജീവിതത്തിലെ സുന്ദരവും അപൂർവവുമായ ഒരു നിമിഷത്തിൽ ഞാൻ ആരാധനയുടെ സുഖമറിഞ്ഞപ്പോൾ ഞങ്ങൾ അവളുടെ പേര് മാറ്റാൻ നിശ്ചയിച്ചു, ആമിനക്കുട്ടിയെന്ന്. സാങ്കേതികമായ തടസ്സം നിമിത്തം ഈ മാറ്റം പുസ്തകത്തിൽ വരുത്തുവാൻ നിവർത്തിയില്ല. അതുകൊണ്ട് രവിയോട് സ്നേഹമുള്ള സഹൃദയന്മാർ പുസ്തകം വായിക്കുമ്പോൾ അവളെ ആമനക്കുട്ടിയെന്ന് വിളിക്കണം. അവൾ വിളി കേൾക്കും. രവിയെ കല്യാണം കഴിക്കാൻ അവളോട് പറയണം. അവൾ നന്നേ ചെറുപ്പമാണെങ്കിലും. രവിക്ക് കിട്ടിയിട്ടില്ലാത്തതൊക്കെയും ആമനക്കുട്ടി അയാൾക്ക് കൊടുക്കും. രവിയുടെ നിഷേധങ്ങളെ അവൾ കണ്ണീരുകൊണ്ട് കഴുകിക്കളയും. പാമ്പിന്റെ വിഷം പോലും അവൾ കൽപ്പകവൃക്ഷത്തിന്റെ ഇളനീരാക്കി മാറ്റും. വായിക്കുമ്പോൾ ആമനക്കുട്ടിയുടെ കാര്യം മറക്കാതിരിക്കാൻ അപേക്ഷ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുസ്തകവുമായി മാധവ മലയാളം വീണ്ടും കാണാം.